Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മളൊരു സാംസങ് S23 അഗൈൻ വാങ്ങിച്ചിരിക്കുകയാണ്. അതായത് നമുക്ക് ഓൾറെഡി നമ്മളിതിന് മുമ്പ് സാംസങ് S23 നമ്മൾ വാങ്ങിച്ചതിൻ്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻ കളർ ഇതിപ്പോൾ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു ബ്ലാക്ക് കളറും കൂടി വാങ്ങിച്ചിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെ തന്നെ. ഫ്ലിപ്കാർട്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഈ സാംസങ് ഗാലക്സി 4 ക്ലാസിക് LTE മോഡൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് 2 കൊല്ലം പഴയ സാധനം നമുക്ക് കിട്ടിയത്. ഇത് ഞാൻ സാംസങ്ങിൻ്റെ സർവീസ് സെൻ്ററിൽ പോയിട്ട് അവരാണ് സംഭവം ഫുള്ള് സോൾവ് ചെയ്ത് തന്നത്. ഇപ്പോൾ സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു OnePlusൻ്റെ ഒരു ഡിവൈസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചു. എനിക്ക് ഓൾമോസ്റ്റ് 20,000 രൂപയ്ക്ക് സാധനം കിട്ടിയിട്ടാണ്. അപ്പോൾ കിടിലൻ ഡീൽ തന്നെ സത്യം പറയേണ്ടി വരും. നിങ്ങളൊരു സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അല്ലെങ്കിൽ ഒരു 50,000 രൂപയുടെ താഴെ നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ണും പൂട്ടി എടുക്കാം കേട്ടോ. നമുക്ക് 8GB 128GB വരുന്നത് 47 രൂപയാണ്. 250GB ആണെങ്കിൽ 52,000 രൂപയാണ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സാംസങ് ആക്സിസിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 10%, അതായത് 2,500 രൂപ വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി കാർഡ് എടുത്തത്. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ, ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള വീഡിയോ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു 50,000 രൂപ താഴെ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി സാധനം വാങ്ങിക്കാം. ഞാൻ ഫോൺ കാണിച്ചു തരാം. ഇതാണ് ഫോൺ, ബ്ലാക്ക് കളർ. ഇതതിൻ്റെ കേസ്. ഇത് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ കേസ് തന്നെയാണ്. നമ്മൾ പഴയ സാധനം വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷെ അതാകെ സ്ക്രാച്ച് സംഭവമൊക്കെ ആയി. പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ് സാധനമാണ്. പക്ഷേ ആകെ സ്ക്രാച്ച് ആക്കിയിട്ട് ആകെ ബോറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ബ്ലാക്ക് കളർ ഉണ്ടോ, കിടിലൻ സാധനമാണ്, നല്ല ഹാൻഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ കുറേ ഫോണുകളുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഉപയോഗിക്കുന്നതാണ് പിക്സൽ. അതുപോലെ തന്നെ ഇപ്പോൾ മെയിൻ എൻ്റെ പ്രൈമറി ഫോൺ എന്ന് പറയുന്നത് iPhone 15 ആണ്. അപ്പോൾ 15 ഇപ്പോൾ ഒരു ഐഫോണൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ ചെറുതായിട്ടൊന്നും തോന്നില്ല. 6.1 ഇഞ്ച് സെയിം തന്നെയാണ്. അപ്പോൾ S24 ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 6.2 ആണത്. 6.1 ആണ്. അപ്പോൾ നിങ്ങൾ S24 ഒന്നും ഇപ്പോൾ എടുക്കരുത് കേട്ടോ. അത് തീരെ വാല്യൂ ഫോർ മണി തരാൻ സംഭവം. അതിൻ്റെ ക്യാമറ സെൻസർ അടക്കം സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 20,000 രൂപ ലാഭിച്ചത് ഈ സാധനം എടുത്താൽ മതി. പോരാത്തതിന് നമുക്ക് എക്സ്ട്രാ നിങ്ങൾക്ക് പഴയ ഫോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി അതിൽ കൂടെ തന്നെ എക്സ്ചേഞ്ച് സംഭവം ഇൻസ്റ്റൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. എന്താ പറയുക, നിങ്ങൾക്ക് വന്നെങ്കിൽ പിന്നെ സ്മാർട്ട് എക്സ്ചേഞ്ച് പരിപാടി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആദ്യം ഫോൺ ഡെലിവറിയും പിന്നെ ക്യാഷിഫൈ ആയി ഒന്ന് പിക്കപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അതിൻ്റെ ഈ സാധനം ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്രീൻ കളർ. അപ്പോൾ ഇത് ഗ്രീൻ കളർ ഇപ്പോൾ എൻ്റെ വൈഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഞാൻ എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ച് ആൻഡ് ഫിറ്റ്നസ് പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെഡ്മിൽ പരിപാടികളും അതുപോലെ നിങ്ങൾക്ക് അറിയാം സാംസങ് ഒരു ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ സാധനത്തിൽ ECGയും അതുപോലെ തന്നെ BP മോണിറ്ററിങ് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി OnePlus മാറ്റിയിട്ട് സാധനം എടുക്കാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ ഇത് കിടിലൻ. എനിക്ക് ഞാൻ പറഞ്ഞത് ഓൾമോസ്റ്റ് എനിക്ക് 20,000 രൂപയ്ക്ക് സാധനം കിട്ടിയത്. ഇത് ബേസ് വേരിയൻ്റ് ആണ്. 8GB 128GB മോഡലാണ്. എന്ന് വെച്ചാൽ ഇത് ഇപ്പോഴും പ്രൊഡക്ഷൻ നിൽക്കുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കരുതെന്ന് പറയാൻ മെയിൻ കാരണം വെച്ചാൽ ഫ്ലിപ്കാർട്ടിൻ്റെ പഴയ സ്റ്റോക്കൊക്കെ ചിലപ്പോൾ 2 കൊല്ലം പഴയ സാധനം കിട്ടും. എനിക്ക് ഈ സാധനം കിട്ടിയ പോലെ ഇതാ ബ്ലാക്കിൻ്റെ ബോക്സ് എനിക്ക് സാംസങ്ങിൻ്റെ സൈറ്റിൽ നിന്ന് ഡെലിവറി ആയ സാധനമാണ്. കണ്ടു, ജൂൺ 2024 മാനുഫാക്ചർ ചെയ്ത സാധനമാണ്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ അവരുടെ സാംസങ് ഇന്ത്യ ഇലക്ട്രോണിക്സ് ന്യൂഡൽഹി ഓഫീസിൽ മാനുഫാക്ചർ ചെയ്ത സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ എനിക്ക് ഈ സാധനമാണെങ്കിലും ഞാൻ ഒഫീഷ്യൽ അവരുടെ സൈഡിൽ തന്നെ എടുത്ത്. ഇതാവുമ്പോൾ നമുക്ക് ജാനുവരി 2024 മെയ്ഡ് ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് വരുന്നത്. മറ്റേതാകുമ്പോൾ 5 കൊല്ലം പഴക്കമുള്ള, ചിലപ്പോൾ 2 കൊല്ലം പഴക്കമുള്ളത് പണ്ട് ഇത് ഇറങ്ങിയ സമയത്തുള്ള സ്റ്റോക്കില്ല. അതൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ അയച്ചു തരിക. ഒരേ ഓഫർ തന്നെ 2 അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് കൊണ്ട് എടുക്കായിരിക്കും നല്ലത്. 2 ദിവസം കൊണ്ട് ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസും ഞാൻ എടുത്ത് പറയണ്ടാവും വിചാരിക്കുന്നു. കിടിലൻ തന്നെയാണ്. ഒരു ഹൈലി റെക്കമെൻഡ് തന്നെയാണ്. പ്രൊട്ടക്ഷൻ കാര്യം പറഞ്ഞാൽ നമുക്ക് സാംസങ്ങിന് ഓക്സ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സംഭവം നിങ്ങൾക്ക് അറിയിക്കും. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഗ്ലാസ്സിലാണെങ്കിൽ സ്ക്രാച്ച് സംഭവമൊന്നും നമുക്ക് ആ ഗ്രീനിലൊന്നും ഇതുവരെയായിട്ട് നമുക്ക് വന്നിട്ടില്ല കേട്ടോ. ഇതിലാകെ സ്ക്രാച്ച് വരാനുള്ള ഇതെന്ന് വെച്ചാൽ ബാക്കിൽ എന്താ പറയുക മാറ്റ് ഫിനിഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റൊന്നും അധികം വരില്ല. ആകെ വരാനുള്ള സ്ക്രാച്ച് വരാനും ഫിംഗർ പ്രിൻറ്റ് വരാനുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് ഫ്രെയിമാണ്. അത് കുറച്ചിങ്ങനെ കെർവ്ഡാണ്, ഫ്ലാറ്റ് അല്ല, കെർവ്ഡാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വന്നാലും കാണാനും ഭയങ്കര സുഖമാണ്. അത് കുറച്ച് ഗ്ലോസി ഫിനിഷ് ആയിട്ടുള്ള സംഭവമാണ്. അതല്ലാണ്ട് ഇതിൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നമുക്ക് ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ജിയോ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ LTE വാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഈ ജിയോ സിം ഇതിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഈ സിമ്മായിട്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സാംസങ് ഡിവൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലായാലും നമുക്ക് ഈ സിം സപ്പോർട്ടും അതുപോലെ തന്നെ ട്രാൻസ്ഫറിങ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ
ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചാർജ് ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1.5 ദിവസത്തിൻ്റെ താഴെയൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഹെവി യൂസർ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ബാറ്ററി ബാക്കപ്പ് മോശമെന്നൊന്നും പറയാനില്ല. സ്പീഡിൻ്റെ കാര്യം ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 25 വാട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി 25 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്. ഞാൻ പക്ഷേ ഉപയോഗിക്കുന്നത് ഹണിവെല്ലിൻ്റെ ഒരു ചാർജറാണ്. നമ്മൾ PD ചാർജിങ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും iPhone 15 പ്രൈമറി. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ Type-C ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഒരു ചാർജറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഞാൻ വേണമെങ്കിൽ അത് ചുമ്മാ ഒന്നുകൂടി കാണിച്ചു തരാം. ഒരു 1500 രൂപ താഴെ നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഈ സാധനമാണ് സംഭവം. കണ്ടു 45 വാട്ട് വരെ ഗ്രാൻഡ് ചാർജറാണ് ഈ സാധനം. നമുക്ക് 2 പോർട്ടും വരുന്നുണ്ട്. രണ്ടെണ്ണത്തിലും കുത്തുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 20 വെച്ച് കിട്ടും ചെയ്യട്ടാം. എന്തോ താഴെ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാനുള്ള മെയിൻ പർപ്പസ്. എന്താ വെച്ചാൽ നിങ്ങളൊരു 50,000 രൂപ താഴെ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി S23 എടുത്താൽ മതി. നിങ്ങൾക്ക് നല്ല ഡീലായിരിക്കും. അതിൽ ആകെ എനിക്കൊരു ഇത് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെറിയ ഫോൺ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ സാധനം അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓവറോൾ പെർഫോമൻസിന് നിങ്ങളൊരു 50,000 രൂപ താഴെ നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഗെയിമിങ്ങിനായാലും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ഇല്ലെന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ സാധനം കുറയുന്നത് വെച്ചാൽ ഓൾമോസ്റ്റ് 4000 താഴെ ബാറ്ററി MAH വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗെയിമിങ് പറയുന്നില്ല. പക്ഷേ ഗെയിമിങ് കളിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് സംഭവമൊന്നുമില്ല. നല്ല ഹൈ എൻഡ് പ്രോസസ്സറാണ് സാധനത്തിൽ എടുക്കുന്നത്, Gen 2 ആണ് എടുക്കുന്നത്. അപ്പോൾ അതിന് പ്രോബ്ലം ആയിട്ടല്ല പറയുന്നത്, ബാക്കപ്പ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗെയിമിംഗ് ഫോണായിട്ട് റെക്കമെൻഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ സാധനം പിന്നെ ഡിസ്പ്ലേയും ചെറുതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. ആകെ 2 കോൺ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ഗെയിമിംഗ് ഫോണോ അല്ലെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ എന്നാലും എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല വലിയ ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം ഓപ്ഷനേ അല്ല. എന്ന് വെച്ചാൽ ചെറിയ സാധനമാണ്, 6.1 ഇഞ്ചുള്ളൂ. പക്ഷേ ഡിസ്പ്ലേ ഒക്കെ കിടിലനാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ്. നമുക്ക് 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇപ്പോൾ iPhone 15 ആയിട്ട് ഡിസ്പ്ലേ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു 2-4-5 പടി മുകളിലാണ് എന്ന് പറയാം. ഇത് നിങ്ങൾക്കറിയാം. ഇത് ഞാൻ വേണമെങ്കിൽ രണ്ടെണ്ണത്തിന് കമ്പാരിസൺ വേണമെങ്കിൽ ഇടാം. ഇതിന് ഓൾമോസ്റ്റ് എനിക്കൊരു 60 റേഞ്ചാണ്. പക്ഷേ ഇതിന് 40 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇപ്പോൾ കുറേ കമ്പാരിസൺ ഇതിൻ്റെ പേരിൽ വരുന്നുണ്ട്. S24 ആയിക്കോട്ടെ. ഞാൻ പക്ഷേ S24 തീരെ റെക്കമെൻഡ് ചെയ്യില്ല. S24 നിങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സാധനത്തിനായിട്ടും ഓൾമോസ്റ്റ് 20,000 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഡിഫറൻസും കിട്ടുന്നുമില്ല. ക്യാമറ സെൻസേഴ്സ് അടക്കം സെയിം ആണ്. ഫാസ്റ്റ് ചാർജിങ് സെയിം ആണ്. ബാറ്ററി പെർഫോമൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലുക്കും സെയിം. അത് വേറെ കാര്യം, ചെറിയൊരു ഡിസ്പ്ലേ 6.2 വരുന്നുണ്ട്. പക്ഷെ അത് നോട്ടീസബിൾ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല S24 സീരീസ്. പിന്നെ ഇതിൻ്റെ S23 പ്ലസ് മോഡലിൽ ഇപ്പോൾ നിർത്തിയില്ല. അത് കിട്ടുന്നില്ല. അത് നിങ്ങൾക്ക് കിട്ടാൻ വഴിയില്ല. അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ S24 പ്ലസ് തന്നെ വാങ്ങിക്കേണ്ടി വരും. S23 പ്ലസ് ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ സൈറ്റിലായിക്കോട്ടെ ഫ്ലിപ്കാർട്ടിലായിക്കോട്ടെ എല്ലാത്തിലും ഈ ഡീൽ അവൈലബിൾ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രൈസിൽ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ സ്റ്റുഡൻസിന് ഓഫർ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ആപ്പിൾ കൊടുക്കാറില്ലേ, ആ സംഭവമൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡീലിൽ നിങ്ങൾക്ക് നല്ല കിടിലൻ സാധനം വാല്യൂ ഫോർ മണി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതാണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ GH പോലെ കാണാത്ത പോയി കണ്ടു നോക്കുക. നമ്മളത് ന്യൂസുകളാണ് ചെയ്യുന്നത്, ഫൈനാൻഷ്യലി ടെക്നിക്കലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കൂടെ ലിങ്കും സംഭവങ്ങളൊക്കെ കിട്ടും. അപ്ലൈ ചെയ്യാനെങ്കിൽ സംഭവങ്ങളൊക്കെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ചെക്ക് കൊടുത്തേക്കാൻ മറക്കണ്ട കേട്ടോ. ബൈ.